ഇവിടേക്ക് വരുമ്പോൾ ഭഗതന്മാരുടെ ഹൃദയങ്ങളെ സാധകമാക്കിക്കൊണ്ട് ശ്രീഹാവിൻ്റെ സാന്നിധ്യം സിംഹാസനത്തിൽ പിന്നീട് ആ പാദങ്ങളെ ഭഗവാൻ തന്റെ സ്വർണ്ണ തലികയിൽ വെച്ച് സ്നേഹാലിംഗനത്തോടുകൂടി സ്വീകരിച്ചിരുത്തി ആ പാദങ്ങളെ ചുരുക്കണം. അതിഗംഭീരമായി കൊണ്ട് ഭഗവാന്റെ ഭക്തിയിൽ അഞ്ഞു കളിയാടുന്ന ആ ഭഗവാന്റെ തേജസ്സിൽ അവിടുന്ന് അനന്ത നിർനിമേഷ കാത്തനാവുന്നു. ആ പാദങ്ങളെ സ്വയം പൂജിച്ചുകൊണ്ട് ഭഗവാൻ സ്വയം ആനന്ദ നിർനിമേഷ ഭാവത്തിലേക്ക് എത്തിച്ചേരണോ. സ്വയം ആ തീർത്ഥത്തെ ഭഗവാൻ ശിരസാധരിച്ചുകൊണ്ട് സ്വയം അനുഗ്രഹീതനാവുന്നു. പിന്നീട് ആ സുരദ്രുമ പുഷ്പങ്ങളെ ധൂപദീപങ്ങളെ കൊണ്ട് പൂജിക്കണം. ധൂപസ്വരമിത്രം അർച്ചൈത്യദേവതാംബൂലം
രാംച സ്വാഗതമബ്രവീത്. അപ്രകാരം ഭഗവാൻ ആ സുരദ്രമ പുഷ്പഹാരത്തെ ആ ശ്രീരാമാവിന് ചാർത്തിക്കൊണ്ട് ഭഗവാൻ ആ മംഗളകരമായ നീരാഞ്ജനത്തെ കൊണ്ട് ആ ശ്രീരാമ ബ്രാഹ്മണനെ പൂജിക്കണം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ കാലം ഓർമ്മയുണ്ടോ? ആ ഗുരുനാഥന്റെ അനുഗ്രഹം. ഭാര്യ സന്താനങ്ങൾ ഭാര്യാടോ സദൃശീനവാം. വേളി കഴിഞ്ഞ വിവരമൊക്കെ അറിയുണ്ടായി. എന്താണ് ശ്രീരാമ അവിടുത്തെ വിശേഷങ്ങളെ പങ്കുവച്ചാലും, നമ്മൾ പണ്ട് ഗുരുകുലത്തിൽ വസിക്കുന്ന കാലം ഓർമ്മയുണ്ടോ? അന്ന് ഗുരുനാഥൻ സതീവതി ഗുരുകുലത്തിൽ വസിച്ചതായ കാലത്ത് ഗുരുനാഥൻ ഒരു ദിവസം നമ്മളെ വനത്തിലേക്ക് ചമതകൾ തീർക്കാൻ അയച്ച കാലം ഓർക്കുണ്ടോ? ആ സമയം നമ്മളേറെ ദൂരം നടന്ന് ആ ചമതകൾ ശേഖരിച്ച് വഴിതെറ്റി രാത്രി ഘോരവനത്തിനുള്ളിൽ അകപ്പെട്ടതായ കാലം. അന്ന് രാത്രി ഇടിയും മഴയും കാറ്റും കോളും ശബ്ദങ്ങളും എല്ലാം തന്നെ ഉണ്ടായി. ഭയന്ന് വിഹരയോടുകൂടി ആ രാത്രികാലം നമ്മൾ കഴിച്ചു കൂട്ടിയത് ഓർക്കണോ? പിന്നീട് പിറ്റേന്ന് സുപ്രഭാതമായപ്പോ നേരം പുലർന്നു. ആ സമയത്ത് ഭയന്ന് എങ്ങനെ തിരിച്ചു പോകണമെന്നറിയാതിരിക്കുന്ന നേരത്ത് ഗുരുനാഥൻ നമ്മെ തേടി ആ വനത്തിലേക്ക് എത്തുകയുണ്ടായി. അവിടെ ചെന്ന് ഓടിച്ചത് നാം ഗുരുനാഥന്റെ പാദങ്ങളിൽ വീണു. ഗുരുനാഥൻ നമ്മെ ആലിംഗനം ചെയ്തു. അഹോ ഹേ പുത്രകായൂയം അസ്മദർത്ഥേ ദുഃഖിത ആത്മവീ പ്രാണിനാം പ്രേഷ്ഠം സമ്മനാമൃതവൽപരാം. ആ ഗുരുനാഥന്റെ അനുഗ്രഹം ഓർക്കണോ ശ്രീരാമ? ആ കഥകളെല്ലാം തന്നെ അന്ന് ഗുരുനാഥൻ നമ്മളെ അനുഗ്രഹിച്ചുവല്ലോ. ആ ഗുരോരനുഗ്രഹേനൈവ പുമാൻ പൂർണ്ണ പ്രശാന്തയെ. ആ ഗുരുനാഥന്റെ അനുഗ്രഹല്ലേ ഈ കണ്ണതൊക്കെ. തീർച്ചയായും ഗുരുനാഥന്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ എന്തൊക്കെ വിദ്യാർജിച്ചാലും അതൊന്നും തന്നെ ഫലിക്കില്ല. ഗുരുനാഥന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഏത് അവിദ്വാനും ശ്രേഷ്ഠനായിട്ട് ഭവിക്കും എന്നതിന് സംശയമില്ല. ഗുരുനാഥന്റെ അനുഗ്രഹേ വേണ്ടുള്ളൂ. ഗുരുത്വം പറയുന്നത് അല്ലേ ഈ ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത്. ഇത് മനസ്സിലാവണ്ട. എന്തായാലും അപ്രകാരം കഥയെല്ലാം തന്നെ പറഞ്ഞിരിക്കുന്നു. പിന്നീട് 81 പ്രവേശിക്കുമ്പോ അഹേകാശീതമോധ്യായ ശ്രീശുവാച സയുക്തം ദിജമുഖ്യേന സഹസംഗതയൻ ഹരിം സർവഭൂതാനോ വിജ്ഞായ ഉപകാഹതം ഭക്തിയായണാമേ ഭവേത് ഭൂയഃ ഭക്തോതം നമേ ദോഷമേ ഭക്ത്യാലയച്ഛതി തദഹം ഭക്തിപരേതാശ്ചാരിവേദാത്മതഃ ഇത്യുക്തോ വിവരസ്മൈ പീഠതപദേ ശ്രിയഃ. ഇല്ല, ഇത്ര സമ്പന്നതയിൽ കഴിയണ ഗുരുവായൂരപ്പൻ ഈ ഉള്ളവന്റെ മുഷിഞ്ഞ അവര് ഭുജിക്കേ വേണ്ട. ഭഗവാൻ കണ്ടു കരങ്ങളിൽ ഒഴിപ്പിക്കണ ആ ശൈലകണ്ഠത്തെ, ആ ഭഗവാന്റെ പൊതികളെ അത് ഋഷിക്കുണ്ടായപ്പോ ചോദിക്കണോ? ഇല്ല. ഭഗവാന് കൊടുക്കാതെ ഒളിപ്പിക്കണോ സുധാമാവ് ആ ദ്രവ്യത്തെ? ഭഗവാൻ അത് ചോദിച്ചു വാങ്ങണോ? എനിക്കായി കൊണ്ടുവന്ന അവൽക്കിഴികളോ ഇത്? ഇതാ അത്യന്തം ആനന്ദ സ്വരൂപിയായി കൊണ്ട് ശ്രീരാമാവ് നൽകിയതായ അവൽക്കിഴികളെ കഴിച്ച് ഭഗവാൻ ഭുജിക്കുമ്പോ സകല ലോകത്തിന്റെ ഐശ്വര്യങ്ങളെയുമാണ് ശ്രീഹരി ഭഗവാന് കൊടുക്കുന്നത്. ഭഗതോത്തമ പരായണനത്രേ ഭഗവാൻ. സ്വയം ജഹാര കിമിതം ഇതി പൃഥുകതണ്ടുലാൻ. ഒരു പിടി ഒരു മുഷ്ടി അവൽ വാങ്ങി ഭഗവാൻ ഭുജിക്കുമ്പോ സകല ഐശ്വര്യത്തെയും സ്വീകരിക്കണു. നാരായണ 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 നാരായണ. അടുത്ത പിടി ഭുജിക്കുമ്പോ ശ്രീ ഭഗവതി രമാദേവി രുക്മിണി പറയുന്നു, ഇതരുത് അതിമതി ഭഗവാനെ. ഭഗതന്മാരെ അനുഗ്രഹിച്ചാൽ കാരുണ്യ വത്സല്യമൂർത്തിയായ അവിടേക്ക് പരിധിയില്ലാന്നറിയാലോ. ഒരു പിടി അവല് കൊണ്ട് തന്നെ സകലാനുഗ്രഹത്തെയും കൊടുത്തുല്ലോ അവിടുന്ന്. ഇനിയും അവിടുന്ന് അനുഗ്രഹത്തെ കൊടുക്കുക. ഭഗതന്മാരെ അനുഗ്രഹിക്കുന്നതിന് പരിധിയില്ലാത്തവനാണ് ഭഗവാനെന്ന് എനിക്ക് ബോധ്യമുണ്ട്. അത്ര കണ്ട് അനുഗ്രഹത്തെ കൊടുത്തുല്ലോ. ശ്രീ മഹാലക്ഷ്മിയും ശ്രീ മുകുന്ദനെയും ദർശിച്ച സായുജ്യമത്രേ ഇത്.
കുചേലൻ പരമാനന്ദത്തിൽ ലയിക്കണു. വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരി സന്താപഹാരി മുരാരേ. ദ്വാപര ചന്ദ്രിക ചർച്ചിതമാം നിന്റെ ദ്വാരകാപുരിയെ പീലിത്തിളക്കവും കോലക്കുഴൽ പാട്ടും അമ്പാടി പൈകളുമെവിടെ. ക്രൂരനിഷാര ശരം കൊണ്ടു നീറുമൻ നെഞ്ചിലെന്നാത്മ പ്രണാമം. പ്രേമസ്വരൂപന സ്നേഹസധീര്യന്റെ കാൽക്കലൻ കണ്ണീർ പ്രണാമം. വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരി സന്താപഹാരി മുരാരേ. ദ്വാപര ചന്ദ്രിക ചർച്ചിതമാം നിന്റെ ദ്വാരകാപുരിയെ പീലിത്തിളക്കവും കോലക്കുഴൽ പാട്ടും അമ്പാടി പൈകളുമെവിടെ. ക്രൂരനിഷാദ ശരം കൊണ്ടു നീറുമേ നെഞ്ചിലെന്നാത്മ പ്രണാമം. പ്രേമസ്വരൂപന സ്നേഹസധീര്യന്റെ കാൽക്കലൻ കണ്ണീർ പ്രണാമം. പ്രേമസ്വരൂപന സ്നേഹസധീര്യന്റെ കാൽക്കലൻ കണ്ണീർ പ്രണാമം. തന്റെ മടിയിൽ വെച്ച് ഉറക്കുന്നു. ആ ദിവസം കണ്ണനോടൊപ്പം അത്രേ ആ സുധാമാവ് കഴിയുമോ. നന്നുതേരുപനീതമ്മേ പരമേ പ്രീണനം സഖേ തർപ്പയത്യംഗമാം വിശ്വം ഏതേ പുതുപതണ്ടുലാൻ ഇതി മുഷ്ടിം സകച്ചാർത്തോദിജാതതന്തിതാ സാലച്ചാദ്വാദം വൃത്താന്നാദിയാദിനാംനാം സ്വയം സ്വഗ്രാൻ പീഡിതോ ഗച്ഛന്മദ്ദർശനമിരവൃത്ത അവ ബ്രഹ്മണ്യദേവസ്യ ദൃഷ്ട്യാ ബ്രാഹ്മണതാമയ യദ്ദരിദ്രമോ ലക്ഷ്മീ മാശ്ലിഷ്ടോ വിവൃതോദസി ക്വാഹം ദരിദ്രപാപീയം സ്വകഷ്ടനഗീതനഃ ബ്രഹ്മബന്ധരതിസ്മാഹംഭാവ്യാം പരിരംഭിതഃ നിവാസിതപ്രിയാദിത്തെ പരിയംഗേ ഭ്രാതരോ യഥാ വിശിഷ്ടാവിജിതശ്രാന്തോവാലവിജനഹസ്തയാ ശുശ്രൂഷയാ വർമ്മയാ പാത്രമാനാദിഭിः പൂജിതോ ദേവദേവേന വിപ്രദേവേന ദേവൈർവദ സ്വർഗാപവർഗയോഗം സർവസാദയാം ഭുവി സമ്പദാ സർവസാമപിതന്തീന വിത്തരജന്തേന പ്രാപ്തോ നിജവിതന്തികൻ സൂര്യാനിലേതോ ജിഷ്ടം പരം കൃതൈരം മഹേന്ദ്രഭുവനം യഥാ പയാഘേന നിഭാസയ്യാ ദന്താരം അപരിച്ഛിതാഃ പര്യങ്കായേ മദണ്ഡാനി ചാമരവ്യജനാനി ച ആസനാനി ച ഹൈമാനി മുദ്രോപസ്തരണാനി ച മുക്താദാനകലംബീനി വീതനാനി ച പരിസൃകണ്ഠേഷ മഹാഭാരകദേശ രത്നദീപാപ്രാജ സൗഹൃദ സഖ്യ മൈത്രീം ദാസ്യം പുനർജന്മനി ജന്മനസ്യാൽ മഹാനുഭാവേന ഗുണാലയേന വിഷജതൽ പുരുഷപ്രസംഗേ തസ്യൈവ മേ സൗഹൃദ സഖ്യ മൈത്രീം ദാസ്യം പുനർജന്മനി ജന്മനി സ്യാത് മഹാനുഭാവേന ഗുണാലയേന വിഷജതൽ പുരുഷപ്രസംഗ. ഹരേ നമഃ. ഭക്തായ ചിത്രഭാഗവാന്യ സമ്പദോ രാജ്യം വിബോധ സമർപ്പിതയച്ഛത ഏവം സമേപ്രോ ഭഗവത്സുവർദ്ധത ദുഷ്ടാസുവർദ്ധേജിതപരാജിതം തദ്ധ്യാനയോഗാ. അടുത്ത ദിവസം നേരം പുലർന്നു. ഭഗവാനോട് യാത്ര പറയാൻ പുറപ്പെടുന്ന വിജയൻ ശ്രീരാമ യാത്ര പറയുകയോ എത്ര വേണം? അല്പ ദിവസം എന്നോടുകൂടെ കഴിഞ്ഞ് ഇവിടെ നിന്ന് യാത്രയാവാം. ഇല്ല ഭഗവാനെ, ഇനിയൊരു വേളയിലാവാം. തീർച്ചയായും അവിടുത്തെ ദർശിക്കാനായി ഏത് നിമിഷവും വരാമല്ലോ. നിറഞ്ഞ ഹൃദയാഹ്ലാദത്തോടെ ശ്രീരാമാവ് പുറപ്പെടുമ്പോൾ, ഹേ ശ്രീരാമ, അവിടുത്തേക്ക് ഇനി ഒന്നും എന്നോട് പറയാനില്ലേ? ഇല്ല. ഒരാവശ്യവും എന്നോട് ഇനി പറയാനില്ലേ? ഒരിക്കലുമില്ല. ഭഗവാൻ നൽകിയ ഈ ആതിഥ്യ
ഗാംഭീര്യത്വം, ഭഗവാന്റെ ഉത്തമ സുഹൃത്ത് എന്നുള്ള ഈ ഒരു അനുഗ്രഹം അത് മാത്രം മതി. ഈശ്വര മറ്റൊന്നും തന്നെ നാം കാണിക്കുന്നില്ല. ഉത്തമ ശ്രവകനായ ഭഗവാന്റെ സൗഹൃദ എന്ന അലങ്കാരം. ഇനി എന്ത് ധനത്തെ നൽകി അനുഗ്രഹിച്ചാലാണ് ഭഗവാനെ ഈ ഉള്ളവന് സന്തോഷം ഉണ്ടാവുക? ലോകീയരൊക്കെ അനവധിയായ വസ്തുക്കളെ ഭഗവാനോട് ചോദിക്കുമ്പോൾ ചോദിക്കണതൊന്നും നിലനിൽക്കാത്ത വസ്തുക്കളെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഭൗതികമായ ഒരു വസ്തു കിട്ടിയാലും മനുഷ്യഹൃദയം സന്തോഷത്തിൽ അനുഗ്രഹത്തിൽ ആറാടുകയില്ല. ലഭിക്കേണ്ടത് ആ ഭഗവത് പദം മാത്രം. ആ ഗുരുവായൂരപ്പനെ കിട്ടിയെങ്കിൽ ഇനി എന്താണ് നേടേണ്ടത്? ഒന്നും തന്നെ വേണ്ടതില്ല. യാത്രയാവുകയാണ് ഭഗവാനെ. ഇനിയൊരു വേള ദർശിക്കുക. ദുഃഖപൂർണമായ മനസ്സിൽ ഭഗവാന്റെ സ്വരൂപം ധരിച്ചുകൊണ്ട് ശ്രീരാമാവ് യാത്രയാവുകയാണ്. അന്തണനെ കണ്ടിട്ടുള്ള സന്താപം കൊണ്ടോ തസ്യ ദുഃഖം ഉള്ളിൽ ചിന്തിച്ചിട്ടുള്ളിലുണ്ടായ സന്താപം കൊണ്ടോ എന്തുകൊണ്ടോ ശൗരി കണ്ണു നിറഞ്ഞു. ധീരനായ ചിന്താമരൻ കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. പോകുന്ന വേളയിൽ ശ്രീരാമ വന്ന് തിരിഞ്ഞു നോക്കി. വിദൂരതയിൽ ഭഗവാനെ കണ്ടു. ഓടിച്ചെന്ന് ഒരു മാത്രം കൂടെ ആലിംഗനം ചെയ്തു. യാത്രയാവുകയാണ്. ഒന്നും ചോദിക്കാതെയാണ് പോകുന്നത്. കാരണം ചോദിച്ചാൽ ചെറുതാവും. ചോദിച്ചു വാങ്ങിയതെല്ലാം രണ്ടാം തരമാണ്. അറിഞ്ഞു കിട്ടുന്നതിനെ മൂല്യമുള്ളൂ. ഭഗവാൻ അറിഞ്ഞു തരുന്ന ഐശ്വര്യം മതി. അഥവാ ദാരിദ്ര്യമാണ് ഭഗവാൻ ഈ ഉള്ളവൻ വിധിച്ചതെങ്കിൽ അത് മതി. ആ ദാരിദ്ര്യവും വൈരാഗ്യത്തിന്റെ ലക്ഷണമല്ലേ? ഒന്നും ചോദിക്കാതെ നടക്കുമ്പോഴും പല ചിന്തകളും കുലികളുടെ ഉള്ളിൽ നിറഞ്ഞു കളിയാടി. നാണം കൊണ്ടു കൊടുക്കുവാൻ പഠിച്ചോരോ പോയി നാരായണ തട്ടിപ്പറിച്ചെടുത്തു തിന്നു. ഒരു പിടി തിന്ന നേരം ഒരു പാടുദാനമായി ഒടുവിൽ രുക്മിണി ദേവി തടഞ്ഞുവല്ലോ. നാരായണ 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 രാധാഗോവിന്ദ. ഭക്തന്മാർക്കു ഭക്തനാകും ഭഗവാനാൽ മാനിതനാൽ ഭക്തി പൂർവം കൂജെന്നെത്തി. നാരായണ 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 രാധാഗോവിന്ദ. ഭക്തിലഹരിയിൽ മുങ്ങി ധനമൊന്നും ചോദിച്ചില്ല. ഭഗവാന്റെ അനുഗ്രഹം വിചിത്രമല്ലോ. പണമൊന്നും ചോദിക്കാതെ മടങ്ങിയ ജ്ഞാനന്ദിയ പന്നിയോടു എന്തു ചൊല്ലും എന്നോ ചിന്തിച്ചു. പരമപുരുഷാനിന്റെ പുണ്യരൂപം ഓർത്തുകൊണ്ടു പടകിലെത്തിയ വിപ്രൻ പകച്ചുപോയി. നാരായണ 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 രാധാഗോവിന്ദ. വീടോ മാറിയോ എന്നു ശങ്കിച്ചു ജലവിപ്രൻ വീടിനുള്ളിൽ കയറിയ നേരത്തു കണ്ടു. വിഷ്ണു പത്നിയെ പോലെ സർവാലങ്കാരമണിഞ്ഞ വിപ്രപത്നിയെയും മുതാ ആശ്ചര്യം തന്നെ. മണിമയ ഗ്രഹത്തിലെ സുഖങ്ങളിൽ ഭ്രമിക്കാതെ മണിവർണ്ണ ഭക്തിയോടെ ജീവിച്ചു വിപ്രൻ. ഭക്തരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കും ഭഗവാനെ ഭക്തി നൽകി മാലോകം മാറ്റി